ഷീറ്റ് അടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ കോങ്ങാട് സൈഡിലെ. ഇതോ 22 അടി ഷീറ്റ്, അതേപോലെ അവിടെ 7 അടി ഷീറ്റ് സ്ക്രൂ ഒക്കെ അടിച്ചതോ അങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. ഈ ഷീറ്റ് അടിച്ചതേ കാണുമ്പോൾ പല ഉസ്താദുമാരും കമന്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതായത് 3/4 റിബിലല്ല സ്ക്രൂ അടിക്കുന്നത്, ഫ്ലാറ്റിലാണ് ലീക്ക് വരുന്നുള്ളത് പറഞ്ഞിട്ട്. നമ്മൾ ഈ 3/4 ഇതിൽ അടിച്ചിട്ടുള്ളതേ നമ്മുടെ സാധാ ജെയിന്റെ സ്ക്രൂ അല്ല, കൊറോഷീൽഡാണ് അടിച്ചിട്ടുള്ളത്. ഏകദേശം നമ്മുടെ സാധാ സ്ക്രൂവിന്റെ ഡബിൾ റേറ്റ് വരുന്നുണ്ട്. ഒരു സ്ക്രൂവിന് 3 രൂപ ആ റേഞ്ച് വരുന്നുണ്ട്. അപ്പൊ അതാണ് അടിക്കുന്നത് കേട്ടോ. മറ്റേത് നമ്മളിപ്പോ റിബിൽ എത്ര ഇത് അടിച്ചു കഴിഞ്ഞാലും, സാധാ സ്ക്രൂ റിബിൽ എത്ര അടിച്ചു കഴിഞ്ഞാലും, ഒരു ഇത് ചെറുതൊരു 3 വർഷം നിൽക്കാന്ന് വെച്ചാൽ മറ്റേത് ഒരു 5 വർഷത്തിന്റെ ഉള്ളിൽ സ്ക്രൂവിന്റെ ടോപ്പ് കംപ്ലീറ്റ് തുരുമ്പ് വന്നിട്ടാണ്. നമ്മൾ പല വഴിക്കും അഴിക്കാൻ പോകുമ്പോൾ സംഭവം കണ്ടിട്ടുണ്ട്. റിബിൽ അടിച്ച് തന്നെ തുരുമ്പ് വന്നിട്ട് ലീക്ക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോ ഈ ടൈപ്പ് സ്ക്രൂ അടിക്കുകയാണെന്ന് വെച്ചാൽ തുരുമ്പ് വരില്ല എന്ന് പറയുന്നത്. നമ്മളെ പൊങ്കാലിടാൻ വരുന്ന പല ആൾക്കാരെ ഇതുപോലെ തന്നെ ആയിരിക്കും. അതായത് റിബിൽ അടിക്കുന്നുണ്ടാവും, പക്ഷെ സ്ക്രൂ സാധാ ആയിരിക്കും. ഒരു 5 വർഷം 6 വർഷത്തിന്റെ ഉള്ളിൽ എന്തായാലും തുരുമ്പ് വരും കേട്ടോ. നമ്മള് ഇത് പാർട്ടിന്റെ പറയലുണ്ട്, ഫ്ലാറ്റിലാണ് അടിക്കുന്നത്, പക്ഷെ നല്ല സ്ക്രൂ ആണ് അടിക്കുന്നത്. ചിലവര് ബഡ്ജറ്റ് കമ്മിയാക്കാൻ പറയുമ്പോൾ സാധാ അടിക്കും. ഇവിടെ നമ്മൾ കൊറോഷീൽഡാണ് അടിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മളെ കമന്റിൽ പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ എല്ലാം അടിക്കണ്ടെന്ന് പറയുന്ന പല ആൾക്കാരും സാധാ സ്ക്രൂ ആണ് അടിക്കുന്ന റിബില്. അതൊരു 5-8 വർഷം കഴിയുമ്പോൾ സാധനം പോവും. അപ്പൊ നിങ്ങളുടെ വർക്കുകൾ മാറ്റുക. അതേപോലെ ഫ്ലാറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ വാറന്റി കിട്ടില്ല എന്ന് പറയും. വാറന്റി ഗ്യാരണ്ടി ഒന്നും കിട്ടൂല എന്ന് പറയും. സംഭവം ഒരു 10-15 വർഷം, എത്ര വർഷമൊക്കെ വാറന്റി കിട്ടുന്നുണ്ട് ഷീറ്റിന്. പക്ഷെ ഈ ഫ്ലാറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല, ഈ പറയുന്നവര് റിബിൽ അടിക്കുന്നവര് കട്ടിംഗ് മെഷീൻ ഉണ്ടല്ലോ നമ്മുടെ സാൻഡ്ര, ആ സാൻഡർ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നവരുണ്ട്. അത് ആ സാൻഡർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനും വാറന്റി കിട്ടൂല. അത് ആരും നോക്കലില്ല. അവര് സാധാരണ ഈ കോർണറൊക്കെ മൂല കട്ട് ചെയ്യുന്ന 4 മൂല കോടി വർക്കിനൊക്കെ മെഷീൻ വെച്ചിട്ടാണ് കട്ട് ചെയ്യുക. കത്തി വെച്ചിട്ടൊന്നും ആ ഭാഗം കട്ട് ചെയ്യുന്നത് ചെയ്യുന്നവരുണ്ടാവാം. പക്ഷെ ഒരുവിധം ടീമുകളൊക്കെ കട്ടർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് വെക്കല്. അപ്പോഴ് നമ്മൾ ആ ഷീറ്റ് അടിച്ചിട്ട് വാറന്റി കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും വാറന്റി തരൂല. അപ്പൊ വെറുതെ നമ്മൾ ഈ ഫ്ലാറ്റിൽ അടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഒരു വർക്കൊക്കെ കഴിഞ്ഞ് ഒരു 10-20 വർഷം 15 വർഷമൊക്കെ കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ ആ ബ്രാൻഡേ ഉണ്ടാവില്ല, അതല്ലെങ്കിൽ ആ പണിയെടുത്ത ടീം ഉണ്ടാവില്ല. അപ്പൊ വാറന്റിയും കാര്യങ്ങളും നോക്കിയിട്ടൊന്നും വലിയ കാര്യമില്ല എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ.